ഭൂമിയിൽ മാത്രമല്ല ഇനി ആകാശത്തു നിന്നും അതിർത്തികൾക്ക് കാവലൊരുക്കാൻ ഇന്ത്യ. ഉയർന്ന അന്തരീക്ഷ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിൽ തദ്ദേശീയ എയർഷിപ്പ് വിന്യസിച്ച് 24 മണിക്കൂറും അതിർത്തി നിരീക്ഷണം നടത്താനുള്ള പദ്ധതിയുമായി ആഭ്യന്തര മന്ത്രാലയം. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്കും ഈ നീക്കം കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ. എന്താണ് ആകാശക്കപ്പൽ? എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? നോക്കാം വിശദമായി. ഞാൻ അഞ്ജിത. വിമാനം പോലെ വേഗത്തിൽ പറക്കുന്ന വാഹനമല്ല ആകാശക്കപ്പൽ. ഹീലിയം പോലുള്ള വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകം നിറച്ച വലിയ ബലൂൺ രൂപത്തിലുള്ള വിമാനമാണിത്. എഞ്ചിനുകളുടെയും നിയന്ത്രണ സംവിധാനങ്ങളുടെയും സഹായത്തോടെ ഇത് ആകാശത്ത് സഞ്ചരിക്കുകയും ഒരിടത്ത് ദീർഘസമയം നിലയുറപ്പിക്കുകയും ചെയ്യാൻ കഴിയും. ഇപ്പോഴിതാ അതിർത്തികളിൽ ഉടനീളം സ്ഥിരമായി നിരീക്ഷണം നടത്താൻ തദ്ദേശീയമായി ആകാശക്കപ്പൽ പദ്ധതി വികസിപ്പിക്കാനുള്ള നീക്കവുമായി ആഭ്യന്തര മന്ത്രാലയം. ഭൂമിയുടെ ഉയർന്ന അന്തരീക്ഷ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ആകാശക്കപ്പൽ വിന്യസിക്കുക എന്നാണ് വിവരം. കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇക്കൊല്ലം ഫെബ്രുവരിയിൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. 20 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിരമായി നിൽക്കുന്ന തരത്തിലാണ് ആകാശക്കപ്പൽ ഡിസൈൻ ചെയ്യുക. അതിർത്തികളിൽ ഉടനീളം നിന്ന് 24 മണിക്കൂറും ഇന്റലിജൻസ്, നിരീക്ഷണ, രഹസ്യാന്വേഷണ സേവനങ്ങൾ നൽകുന്നു. ആശയവിനിമയത്തിനും ഇത് സഹായിക്കുന്നു. ശത്രു ഇലക്ട്രോണിക് രീതിയിൽ നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങളും ആകാശക്കപ്പലിൽ ഉണ്ടാവും. ശത്രു പ്രദേശത്തിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കാനും സഹായിക്കും. പകൽ ക്യാമറ, രാത്രി കാഴ്ച ഉപകരണങ്ങൾ, തെർമൽ ഇമേജിംഗ് എന്നിവ ഉപയോഗിച്ച് ചലനം ട്രാക്ക് ചെയ്യാനും കഴിയുന്ന ഒരു ഇലക്ട്രോ ഒപ്ട്രോണിക് ഉപകരണ പെലോഡും ഈ ആകാശക്കപ്പലിൽ ഉണ്ടായിരിക്കും. മേക്ക് ഐ പദ്ധതി പ്രകാരമാണ് ഇത് വികസിപ്പിക്കുന്നത്. ഗവേഷണ വികസന ഫണ്ടിന്റെ 70% സർക്കാരിൽ നിന്ന് ലഭിക്കും. ഡിഫൻസ് അക്വിസിഷൻ നടപടിക്രമം 2020 അനുസരിച്ച് മേക്ക് ഐ പദ്ധതികൾ സർക്കാർ ധനസഹായത്തോടെയാണ് നടത്തുന്നത്. പരമ്പരാഗത ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് വിക്ഷേപിക്കാനും പ്രവർത്തിപ്പിക്കാനും വില കുറവാണെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. ഒരു ഉപഗ്രഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് തുടർച്ചയായി നിലയുറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് വികസിപ്പിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ അമേരിക്ക, ചൈന, UK, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ്, റഷ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും ഈ സംവിധാനം വികസിപ്പിക്കാനുള്ള പണിപ്പുരയിലാണ്. ഈ പദ്ധതി എയർഷിപ്പ് അധിഷ്ഠിത ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രോട്ടോടൈപ്പ് വികസനവും പിന്നീട് ഈ എയർഷിപ്പുകൾ വാങ്ങുന്നതും ഉൾപ്പെടെ ഏകദേശം 15,000 കോടി രൂപയുടെ വമ്പൻ പദ്ധതിയാണിത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഇതിന് അനുമതി നൽകിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പദ്ധതി പ്രകാരം പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിനായി സാങ്കേതികവും സാമ്പത്തികവുമായ കരുത്തുള്ള 2 മുൻനിര ഇന്ത്യൻ സ്വകാര്യ എയ്റോസ്പേസ് കമ്പനികളെ സർക്കാർ ഉടൻ തിരഞ്ഞെടുക്കും. ഇതിലുപയോഗിക്കുന്ന അത്യാധുനിക റഡാറുകളും ഒപ്റ്റിക്കൽ സെൻസറുകളും പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇനി പരീക്ഷണങ്ങൾ നോക്കാം. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ കീഴിലുള്ള ആഗ്രയിലെ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഈ സാങ്കേതിക വിദ്യയുടെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി നടത്തിയിരുന്നു. മധ്യപ്രദേശിലെ ഷിയോപൂരിൽ വെച്ച് നടന്ന പരീക്ഷണത്തിൽ ഒരു പ്രോട്ടോടൈപ്പ് എയർഷിപ്പ് 17 കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കുകയും 62 മിനിറ്റോളം വായുവിൽ നിർത്തുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് എയർഷിപ്പുകൾ? ഡ്രോണുകൾക്കും ഉപഗ്രഹങ്ങൾക്കും ഇടയിൽ. സാധാരണ ഡ്രോണുകൾക്ക് പറക്കാൻ കഴിയുന്ന പരിധി ഏകദേശം 12 കിലോമീറ്റർ ആണ്. ഉപഗ്രഹങ്ങൾ 500 മുതൽ 2000 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. എന്നാൽ ഈ എയർഷിപ്പുകൾ ഇവ രണ്ടിനും ഇടയിൽ 20 കിലോമീറ്ററിലധികം ഉയരത്തിൽ മാസങ്ങളോളം ഒരേ സ്ഥാനത്ത് തങ്ങി നിന്ന് നിരീക്ഷണം നടത്തും. പകൽ സമയത്ത് സൗരോർജവും രാത്രി സമയത്ത് ബാറ്ററിയും ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുക. അതിർത്തി നിരീക്ഷിക്കുന്നതിനൊപ്പം ഗ്രൗണ്ട് നെറ്റ്വർക്കുകളിൽ നിന്ന് ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങളിലേക്ക് ഡേറ്റ കൈമാറുന്ന ഒരു ആശയവിനിമയ കേന്ദ്രമായും ഇത് പ്രവർത്തിക്കും. ചൈനയുടെ രഹസ്യചാര ബലൂണുകളും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ ഭീഷണികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ പദ്ധതിക്ക് വേഗത കൂട്ടിയത്. ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഈ സംവിധാനം ഇന്ത്യക്ക് 24 മണിക്കൂറും സുരക്ഷ ഒരുക്കും. ഇതോടൊപ്പം തന്നെ ഭൂമിയിൽ നിന്ന് പറന്നുയർന്ന് നിരീക്ഷണം നടത്താൻ കഴിയുന്ന
ഫിക്സ്ഡിംഗ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റുകൾ വികസിപ്പിക്കാനുള്ള മറ്റൊരു പദ്ധതിക്കും പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട്.